റിപ്പോർട്ട് ഇംപാക്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ മകനെ കാത്ത് പത്തനംതിട്ടയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഉമ്മിണിയമ്മയ്ക്ക് സർക്കാർ വീട് വെച്ച് നൽകും. റിപ്പോർട്ട് ടിവിയുടെ 14ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കവേ റവന്യൂ മന്ത്രി കെ രാജനാണ് പ്രഖ്യാപനം നടത്തിയത്. ഉമ്മിണിയമ്മയുടെ വീടിന്റെ ശോച്യാവസ്ഥ കോഫി വിത്ത് അരുണിലൂടെയാണ് സംപ്രേഷണം ചെയ്തത്. ആ കാഴ്ച നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നില്ലേ? ഉമ്മിണിയമ്മയുടെ കാത്തിരിപ്പ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവരുടെ ശ്രദ്ധയിലേക്ക് നമ്മളിത് പെടുത്തുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. വല്ലാതെ ഭയപ്പെടുത്തിയ കോഫി വിത്ത് അരുൺ മോർണിംഗ് ഷോയിലെ ആ വാർത്ത ഇതായിരുന്നു. പത്തനംതിട്ട ഏനാത്ത് ഏത് നിമിഷവും നിലംപൊത്താവുന്ന വീട്ടിൽ നാട് വിട്ടുപോയ മകനെ കാത്തിരിക്കുന്ന 80-കാരി ഉമ്മിണിയമ്മ. അവർക്ക് ഭയമില്ലാതെ അതിൽ കിടന്നുറങ്ങാൻ സാധിക്കണം. നല്ല മഴയും കാറ്റുമൊക്കെ വരുന്ന സമയമാണ്. ഉമ്മിണിയമ്മ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ വീട്ടിൽ തുടരുമ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതുമില്ല. എവിടെ പോയി താമസിക്കാം? മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നു. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതുകയാണ് ഉമ്മിണിയമ്മ. റേഷനറി കൊണ്ടാണ് കഴിയുന്നത്. ആ മുകളിലുള്ള മേൽക്കൂര ഒന്ന് വൃത്തിയാക്കി കൊടുത്താലെങ്കിലും ഉമ്മിണിയമ്മയ്ക്ക് അല്പം ആശ്വാസമാകും. അത് റവന്യൂ വകുപ്പിൻ്റെ പരിഗണനയിലേക്ക് നമ്മൾ വിടുന്നു. നമുക്ക് ഈ കാര്യം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം. ഉമ്മിണിയമ്മയുടെ നിസ്സഹായാവസ്ഥ റിപ്പോർട്ടർ വാർത്തയിലൂടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റിപ്പോർട്ടർ ടിവിയുടെ 14ാമത് വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കവേ മന്ത്രി കെ രാജൻ ഇങ്ങനെ പറഞ്ഞു. ആ അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം റിപ്പോർട്ടർ ടിവിക്ക് വേണ്ടി താൻ ഏറ്റെടുക്കുന്നു. വീടില്ലാത്തൊരമ്മയുടെ അനുഭവത്തെക്കുറിച്ച് രാവിലത്തെ ഷോയിൽ അരുൺ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് റവന്യൂ വകുപ്പ് മന്ത്രി കേൾക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അങ്ങ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ 14ാം വാർഷികത്തിൽ ആ അമ്മയ്ക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം റിപ്പോർട്ടറിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന സന്തോഷം കൂടി നിങ്ങളോട് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാട് വിട്ടുപോയ മകൻ എന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ താൻ ഈ വീട്ടിൽ തന്നെ കാണണം. ഇതാണ് തൻ്റെ ആഗ്രഹമെന്നും ഉമ്മിണിയമ്മ പറഞ്ഞിരുന്നു. ജൂലൈ മാസത്തിൽ തന്നെ വീട് നിർമ്മാണം തുടങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.